ഞാൻ കുട്ടിയുടെ കയ്യിലെ ആ പുസ്തകമില്ലേ? അതെ, പാവങ്ങൾ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളല്ലേ? അതേ ജീൻവാൽജീൻ. നിങ്ങളൊരു കുറ്റവാളിയല്ലേ? കുറ്റവാളി? സഹോദരിയുടെ മക്കൾ വിശന്ന് കരഞ്ഞപ്പോ ഞാനൊരു റൊട്ടി മോഷ്ടിച്ചു. വിശന്ന് മരിക്കാൻ പോകുമ്പോ റൊട്ടി മോഷ്ടിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതൊരു പഴയ കഥയല്ലേ? ആ കുറ്റത്തിന് നിങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ? ജയിലിൽ കിടന്നു എന്നല്ല സത്യ. ഒന്നല്ല രണ്ടല്ല 19 വർഷം. എന്നിട്ട് ഒരു ദിവസം അവർ എന്നെ മോചിപ്പിച്ചു. എന്നാൽ ഒരു ജയിൽ പുള്ളിയെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. എനിക്ക് മുമ്പിൽ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു. അവസാനം പറയാം, ഞാൻ എന്റെ കഥ പറയാം. വാതിലടച്ചിട്ടില്ല, അകത്തേക്ക് വന്നോളൂ. ഇങ്ങനെ തുറിച്ചു നോക്കണ്ട. ഞാൻ ജീൻവാൽജീൻ, 19 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ഒരു ജയിൽ പുള്ളി. സഹോദരിയുടെ മക്കൾ വിശന്ന് കരഞ്ഞപ്പോൾ ഒരു റൊട്ടി മോഷ്ടിച്ചു അല്ലേ? നിങ്ങൾ പറയും മുമ്പേ നിങ്ങളുടെ പേര് എനിക്കറിയാം. എന്റെ പേര്? എന്റെ സഹോദരൻ എന്നാണ് നിങ്ങളുടെ പേര്. വേണമെങ്കിൽ അകത്തേക്ക് കിടക്കായി വിരിപ്പ് വിരിക്കും. താങ്കൾ അല്പനേരം വന്നിരിക്കും. അല്പനേരം തീ കാണും. അപ്പോഴേക്കും ഭക്ഷണം തയ്യാറാകും. ഒന്നുറങ്ങിയാൽ എല്ലാം ചെയ്യും. അങ്ങനെ കഴിക്കാൻ പറ്റിയത് എല്ലാം കാണുന്ന സർവേശ്വരൻ ഒരേപോലെ ദുഃഖവും സുഖവും തരില്ല, മാറി മാറിയായിരിക്കും. സത്യമായിട്ടും അങ്ങനെയുള്ള ജീവി താമസിപ്പിക്കാൻ പോവാണോ? എല്ലായിടത്തു നിന്നും എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഇത് അങ്ങയുടെ സത്യം തന്നെയാണോ? അല്ല, ഞാനൊരു മെത്രാനാണ്. ഞാനെന്തൊരു മണ്ടൻ. അങ്ങയുടെ കഴുത്തില മാല കണ്ടാണെങ്കിലും ഞാനത് മനസ്സിലാക്കണമായിരുന്നു. ഇത് നിങ്ങളുടെ കൂടി വീടാണ്. ഇവിടെ വരുന്നവരുടെ പേരോ നാടോ ഒന്നും ഞാൻ അന്വേഷിക്കാറില്ല. താങ്കൾ വരും, അല്പനേരം ഒന്ന് ഉറങ്ങും. നമ്മുടെ വെള്ളിത്തലകൾ കാണാനില്ല. അവ സൂക്ഷിച്ച് അകലപ്പെട്ടി അതാ ആ തോട്ടത്തിൽ കിടക്കുന്നു. വെള്ളിത്തളികൾ നമ്മുടേതല്ല, നമ്മളതിന്റെ സൂക്ഷിപ്പുകാർ മാത്രം. അതതിന്റെ അവകാശികൾ കൊണ്ടുപോയി കാണും. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ഇന്നലെ രാത്രി ഇടത്തിരിഞ്ഞ് ചെറുത്താൽ അത് മോഷ്ടിച്ചിരിക്കുന്നു. ഒട്ടുപാത്രങ്ങളും മരപ്പാത്രങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വിഷമിക്കണം? നല്ലത് മാത്രം ചിന്തിക്കും വേണം. സഹോദര, നിങ്ങളോ? ഞാൻ തന്നെ മെഴുകുതിരിക്കാലുകൾ എടുക്കാൻ മറന്നു. വെള്ളിത്തലകൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇയാൾക്ക് മോഷ്ടിച്ചതെന്നാണോ അങ്ങ് പറയുന്നത്? അതത്ര വിശ്വസനീയമല്ലല്ലോ പ്രഭു. ഞങ്ങൾക്കറിയാം ഇവനൊരു കൊടും കുറ്റവാളിയാണ്. കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും കുറ്റം തന്നെയാണ്.
ഇത്രയും വിലപിടിപ്പുള്ള സാധനം ഇയാൾക്ക് കൊടുക്കാൻ അങ്ങയുടെ ആരാണ് ഇയാൾ? ഇതെന്റെ സഹോദരനാണ്. എങ്കിലും ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇയാളെ വിട്ടായിരിക്കുന്നു. ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രഭു, അങ്ങേക്ക് അഭയം തന്നു. ഇപ്പോൾ ഒരു ജയിൽ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു. മറക്കില്ല ഒരിക്കലും. നീ എന്നെ പോകാൻ അനുവദിക്കണം. സഹോദര ഒന്ന് നിൽക്കൂ. ഈ വെള്ളിത്തലകൾ കൂടിയെടുത്തു തീർന്നില്ല. ഈ മെഴുകുതിരി കാലുകൾ കൂടിയെടുത്തു. പ്രഭു, ശ്രീകാന്ത്ജി, ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? കുട്ടിക്ക് പട്ടിണി എന്താണെന്ന് അറിയാമോ? വാശി പിടിക്കുമ്പോഴും വൃതാനുഷ്ഠിക്കുമ്പോഴും അല്ലാതെ കുട്ടി വിശപ്പറിഞ്ഞിട്ടുണ്ടോ? അത് ശരിയാണ്. എനിക്കിഷ്ടമില്ലാത്ത കറി ഉണ്ടാക്കിയ ദിവസങ്ങളിലും അമ്മയോട് വാശി പിടിച്ച ദിവസങ്ങളിലും മാത്രമാണ് വിശപ്പെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാത്രമാണ് വിശപ്പിന്റെ വില ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കുട്ടിയുടെ ഭാഗ്യം. ലോകം മുഴുവൻ പട്ടിണി അനുഭവിച്ച കെട്ടകാലത്തും പട്ടിണി അറിയാവുന്നവരല്ലേ നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ നാട് പോലെയല്ലേ ഈ ലോകം. കുട്ടിക്കറിയാമോ, ഈ ലോകത്ത് 3-2 മനുഷ്യരും പട്ടിണി അനുഭവിക്കുന്നവരാണ്. അവരുടെ കഥ നമുക്കറിയണമെങ്കിൽ വായിക്കണം. വായിക്കൂ കുട്ടി, നിനക്കത് ബോധ്യപ്പെടും. എത്ര കാലമായി നമ്മളൊന്ന് ഒത്തുകൂടിയിട്ട്? ഞാൻ വിചാരിച്ചത് ഇനി ഒരു കാലത്ത് നമുക്ക് ഇപ്പോഴും ഒത്തുകൂടാൻ കഴിയില്ലെന്നാ. ഈ സ്കൂൾ കൂടി തുറന്നാൽ രക്ഷപ്പെട്ടു. നാളെ സ്കൂൾ തുറക്കുമല്ലോ. എല്ലാവരും ചോറ്റുപാത്രം തുറന്നാൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. എന്റെ കാര്യം അതിന് കഷ്ടം. മമ്മക്കും ചാച്ചനും പണിയില്ല. വീട്ടിൽ ആട്ടയും ദാലും തീർന്നിട്ട് ഒരാഴ്ചയായി. ഇവിടെ നമ്മുടെ മുന്നിവിടെ അവനെ കണ്ടില്ലല്ലോ. ഞാനിത് പറയാനിരിക്കായിരുന്നു. ഒരാഴ്ചയായി അവനൊന്ന് പുറത്ത് കണ്ടിട്ട്. ഇങ്ങനെ പനി പിടിച്ചു കാണുമോ? അവന്റെ വീട്ടിൽ കളിവീടിയുടെ ശബ്ദം കേട്ടു. അപ്പൊ പിന്നെ എന്തായിരിക്കും? വാ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഇവിടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ കുടിക്കാൻ കിട്ടോ? മമ്മ, മമ്മ, ഇന്നെങ്കിലും വല്ലതും കുടിക്കാൻ തിന്നാൻ കിട്ടോ? അല്ലെങ്കിൽ ചത്തുപോകും. ചാച്ച പണിയിലേക്ക് പോയിട്ടുണ്ട്.